ഇന്ന് മാളൂട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവളുടെ ബർത്ത്ഡേ ആണെന്ന്. കുറേ ദിവസമായി എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും അങ്ങനെ ബർത്ത്ഡേ വന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലൊരു സദ്യ ഒരുക്കി. അപ്പോൾ അതുപോലെ ചെറിയൊരു കേക്കും കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. നന്നായി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും മാളൂട്ടിക്ക് ഇന്നലെ തൊട്ട് പനി വന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഡോക്ടറെ അടുത്തൊക്കെ പോയി കാണിച്ച് മരുന്നൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് പനിയൊക്കെ ഒന്ന് വിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് കുറച്ചെങ്കിലും ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇനിയിപ്പോൾ. പൊന്നൂസുണ്ട് മാളൂട്ടിയുണ്ട്. ആര് കേക്ക് മുറിക്കണം എന്നുള്ള ത്രില്ലിലാണ് രണ്ട് പേർക്ക് മുറിക്കണം. അതാണ് അവസ്ഥ. അങ്ങനെ മാളൂട്ടിയുടെ അമ്മ 2 പേരെയും നിർത്തിക്കൊണ്ടാണ് മുറിച്ചിരിക്കണത്. കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞു സദ്യയും കൂടെ കഴിക്കുകയാണ് അവർ. അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ പിറന്നാളാഘോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ 2 പേരും കണ്ടില്ലേ എങ്ങനെ ആര് ഊതി കിടത്തണം എന്നാണ്. രണ്ടാളും കൊണ്ട് തന്നെ ഊതി കിടത്തണമൊക്കെ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കലൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ കത്തിയും കൊണ്ട് നടക്കലായി, കേക്കിൻ്റെ കത്തിയും പിടിച്ചും കൊണ്ട്. ഇനി അത് ആർക്കും വിട്ടു കൊടുക്കില്ല. അങ്ങനെ ഞാനും 2 പേർക്കും ഓരോ കഷ്ണം കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആചാരം ഉണ്ടല്ലോ. നമ്മൾ നാക്കലയിൽ വിളക്കിൽ വിളമ്പും. ആദ്യം വിളക്കിലും വിളമ്പി കുട്ടികൾക്കും വിളമ്പി വെച്ചിട്ട് പിന്നെ അരിയും പൂവൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അരിയും പൂവൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അമ്മമാരെന്ത് ചെയ്യുക വെച്ചാൽ കുട്ടികളുടെ നെറുകയിൽ പ്രാർത്ഥിച്ചിട്ട് അവർ കുട്ടികൾക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിടുമല്ലോ. അങ്ങനെയൊക്കെ ഒരിതുണ്ട്. എൻ്റെയൊക്കെ ചെറിയ കാലത്ത് അതൊക്കെ ഓർമ്മയും കൂടെ ഇല്ല എനിക്ക്. കാരണം അന്നൊന്നും അതിനുള്ള ആവതില്ലായിരുന്നു. സത്യം പറയുക അതിനുള്ള വഴിയൊന്നും അച്ഛനമ്മമാർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പോഴൊക്കെ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറ്റുമ്പോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ അവർ 2 പേരും കൂടെ സദ്യ കഴിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ പിറന്നാൾ വിശേഷം.